ഹായ്, അപ്പോൾ ഞാനിന്ന് പരിചയപ്പെടുത്തുന്നത് നെക്സോൺ വാഹനമാണ്. നെക്സോണിൽ ഡീസൽ ഇഷ്ടപ്പെടുന്നവർക്ക് വാങ്ങാൻ പറ്റിയ ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള എന്നാൽ അത്യാവശ്യം തിരക്കേടില്ലാത്ത ഫീച്ചേഴ്സുള്ള ഒരു മോഡലാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. 2025 ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ട് പുറത്ത് വന്ന നെക്സോൺ സ്മാർട്ട് പ്ലസ്, അതിൻ്റെ ഡീസൽ മോഡലാണ്. ഡീസൽ വരുമ്പോൾ 1.5 ലിറ്ററിൻ്റെ ഡീസൽ എഞ്ചിനാണ് വരുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല മൈലേജും കിട്ടുന്ന ഒരു മോഡൽ തന്നെയാണ് നെക്സോണിന് ഡീസൽ വരുമ്പോൾ ഉള്ളത്. ഫ്രണ്ടിലായിട്ട് നോക്കുമ്പോൾ നമുക്ക് ടാറ്റയുടെ ലോഗോ കാണാൻ സാധിക്കും. അതേപോലെ ഫോഗ് ലാംപ്സ് നമുക്ക് ഈ മോഡലിലും വരുന്നില്ല. ഫ്രണ്ടിൽ നമുക്ക് LED ആയിരിക്കും വരുന്നത്. പ്രൊജക്റ്റഡ് അല്ല, നോർമൽ LED ലാംപ്സ് ആയിരിക്കും വരുന്നത്. പിന്നെ നമുക്ക് സൈഡ് പ്രൊഫൈൽ നോക്കുമ്പോഴേക്കും സൈഡിലായി നമുക്ക് നേരത്തെ വീൽ കപ്പ് ഇല്ലായിരുന്നു, പക്ഷേ ഇപ്പോൾ അത് വീൽ കപ്പ് കൂടി ആ മോഡലിൽ വരുന്നുണ്ട്. നമുക്ക് മിറർ നോക്കുമ്പോഴേക്കും നമുക്ക് മിറർ ഇൻഡിക്കേറ്റേഴ്സ് വരുന്നത്. അതോടൊപ്പം പിയാനോ ബ്ലാക്ക് ഫിനിഷിലുള്ള മിറേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. ഡോർ ഹാൻഡിൽസ് നമുക്ക് നോർമലാണ്, പക്ഷേ ചെറിയ അക്സസറി വല്ലതും ചെയ്ത് നമുക്കത് കുറച്ചുകൂടെ ഭംഗിയുള്ളതായിട്ട് മാറ്റാൻ സാധിക്കും. അപ്പോൾ ഇന്റീരിയർ നോക്കുമ്പോഴേക്കും നമുക്ക് ഈ മോഡലിന് സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് കാര്യങ്ങൾ വരുന്നില്ല. അത് അടുത്തുള്ള വേരിയൻസിലേക്ക് നോക്കുകയാണെങ്കിൽ അതിലുണ്ടാവും. പക്ഷേ നമുക്ക് ഇലുമിനേറ്റഡ് ടാറ്റ ലോഗോ വരുന്നുണ്ട്. അതേപോലെ നമുക്ക് ചെറിയൊരു കീയുടെ ചുറ്റുമായി ചെറിയൊരു ലൈറ്റിംഗ് സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഡ്രൈവിംഗ് മോഡ്സ് നമുക്ക് എക്കോ, സിറ്റി ആൻഡ് സ്പോർട്സ് 3 ഡ്രൈവിംഗ് മോഡ്സ് ഇതിനകത്ത് കിട്ടും. നമുക്ക് ഹെർമാൻ്റെ ഒരു 7 ഇഞ്ചിൻ്റെ ഒരു ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം കിട്ടുന്നുണ്ടാകും. പക്ഷേ ഇതിൽ റിവേഴ്സ് ക്യാമറ വരുന്നില്ല. റിവേഴ്സ് ക്യാമറ നമുക്ക് അക്സസറി ആയിട്ട് ചെയ്യാനും സാധിക്കും. തരക്കേടില്ലാത്തൊരു ഇൻറ്റീരിയർ നമുക്ക് ഈ വാഹനത്തിൽ വരുന്നുണ്ട്. അത്യാവശ്യം ഫീച്ചറുണ്ട്. നമുക്കൊരു ഡീസൽ മോഡലിൽ അത്യാവശ്യം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു നെക്സോൺ മോഡൽ തന്നെയാണ് ഇത് വരുന്നത്. അതുപോലെ ബൂട്ട് ഓപ്പണിങ്ങിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളും നമുക്ക് ഇവിടെ തന്നെ ഉള്ളിലായി കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ആക്കാൻ കൂടെ ഒന്ന് കാണിച്ചേക്കും എന്ന് പറഞ്ഞാൽ. ഇതിൻ്റെ ഉള്ളിലായിട്ട് വരുമ്പോഴേക്കും നമുക്ക് മാനുവലി കൺട്രോൾ ചെയ്യാവുന്ന ഫീച്ചേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഇതിന് അടുത്ത വേരിയൻസിലേക്ക് വരുമ്പോഴേക്കും ഞാൻ മുൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്, ടച്ച് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഫീച്ചേഴ്സാണ് ഉണ്ടായത്. പക്ഷേ ഇതിൽ നമുക്ക് മാനുവലാണ്. എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി യൂസർ ഫ്രണ്ട്ലി ഇത് തന്നെ ആയിരിക്കും. അതുപോലെ ചാർജിങ് പോർട്സ് വരുന്നുണ്ട്. ഇതൊരു മാനുവൽ ഗിയർ ഷിഫ്റ്റ് ഉള്ള വണ്ടിയാണ്, പക്ഷേ ഇതിൻ്റെ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ നമുക്ക് വരുന്നുണ്ട്. ഓക്കെ, ഡാഷ്ബോർഡ് നോക്കുമ്പോൾ തരക്കേടില്ലാത്ത നമുക്കൊരു സ്പേസ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് റിയറിലേക്ക് കാഴ്ചകൾ കാണാം. റിയറിൽ വരുമ്പോൾ നമുക്ക് റിയറിലെ AC കാര്യങ്ങളും റിയർ AC വെൻറ്റ്സ് വരുന്നില്ല. പക്ഷേ ഈ ഒരു സെഗ്മെൻറ്റ് വണ്ടിക്ക് 5 സീറ്റർ വണ്ടികൾക്ക് ആക്ച്വലി ഒരു ഫ്രണ്ടിലെ AC തന്നെ ധാരാളമാണ്. സഫീഷ്യൻ്റ് ആയിട്ടൊരു കൂളിംഗ് നമുക്ക് കിട്ടുന്നുണ്ട്. ഇനി റിയറിൽ നോക്കുമ്പോഴേക്കും വരും. റിയറിലാണെങ്കിൽ നമുക്ക് ഒരു ടോപ്പ് ആൻഡ് ലെവലുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വലിയ ഡിഫറൻസ് ഒന്നും വരുന്നില്ല. ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള മോഡൽ തന്നെയാണ്. അതുപോലെ തന്നെ റിയറിൽ നമുക്കൊരു പാർക്കിംഗ് സെൻസേഴ്സും കാണാൻ സാധിക്കും. ബൂട്ട് സ്പേസും നമുക്ക് ഒരു 380 ലിറ്റർ നമുക്ക് കിട്ടുന്നുണ്ടാവും. അതോടൊപ്പം നമുക്കൊരു സ്പെയർ ടയർ അത് നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ നെക്സോൺ സ്മാർട്ട് പ്ലസ് ഡീസൽ ആക്ച്വലി ഒരു വാല്യൂ ഫോർ മണി ആയിട്ടുള്ളൊരു ഡീസൽ വാഹനമാണ്, ഡീസൽ ആഗ്രഹിക്കുന്നവർക്ക്. ഓക്കെ, അപ്പോൾ ഇത് ഓൺ റോഡ് പ്രൈസ് വരുമ്പോഴേക്കും അറൗണ്ട് ഒരു 11.6 lakhs വരുന്നുണ്ടാവും. അപ്പോൾ ആ ഒരു ബഡ്ജറ്റിൽ നമുക്ക് ഒരു പെട്ടെന്നൊരു അടിപൊളി ഡീസൽ വാഹനമാണ്. അത്യാവശ്യം ഫീച്ചേഴ്സ് ഉണ്ട്. നമുക്ക് ടോപ്പ് എൻ്റെ അത്യാവശ്യം അക്സസറി ചെയ്യുവാണെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആക്കിയിട്ട് വാഹനം മാറ്റാൻ പറ്റുകയും ചെയ്യും. അപ്പം ഇതിലേക്ക് എന്തെങ്കിലും എൻക്വയറിയോ മറ്റോ താല്പര്യമുള്ളവർക്ക്, അപ്പം ഈ വാഹനത്തെ പറ്റി കൂടുതൽ അറിയാൻ താല്പര്യമുള്ളവർക്കായിട്ട് ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട്, അത് കോൺടാക്ട് ചെയ്താൽ മതിയായിരിക്കും.